തങ്കവനം എന്ന പേരിൽ 2.5 ഏക്കർ സ്ഥലത്ത് അപൂർവങ്ങളായ 1450 ഇനങ്ങളിലുള്ള വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും വെച്ചുപിടിപ്പിച്ചു. ജൈവവൈവിധ്യ സംരക്ഷണത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ. ഒടുവിൽ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് മികച്ച ജൈവവൈവിധ്യ സംരക്ഷണത്തിന് നൽകുന്ന ഹരിത വ്യക്തി അവാർഡ്. തൊടിയൂർ പുലിയൂർ വഞ്ചിവടക്ക് സ്വദേശി ഫൈസലിനാണ് ഹരിത വ്യക്തി പുരസ്കാരം ലഭിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇന്റേണൽ വിജിലൻസ് ഓഫീസറായി ജോലി ചെയ്യുന്ന കരുനാഗപ്പള്ളി തൊടിയൂർ പുലിയൂർ വഞ്ചിവടക്ക് പുള്ളിയിൽ വീട്ടിൽ ഫൈസലിനെ തേടിയാണ് ഹരിത വ്യക്തി പുരസ്കാരം എത്തിയത്. നിരന്തരമായുള്ള പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. ജോലി തിരക്കിനിടയിലും പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം ഏറെ സമയം മാറ്റിവെക്കുന്നു. ജൈവവൈവിധ്യ ബോർഡിന്റെ ഹരിത മിത്രം അവാർഡ്, ഹരിത വ്യക്തി അവാർഡ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സംസ്ഥാന വന്യജീവി വകുപ്പിൻ്റെ വനമിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. ഇത് എൻ്റെ ഒറ്റയ്ക്കുള്ള പ്രയത്നങ്ങളല്ല. എൻ്റെ സഹപ്രവർത്തകർ, നാട്ടുകാർ, ഒപ്പം എൻ്റെ പ്രാദേശിക വാർത്താചാനൽ ഉൾപ്പെടെയുള്ളവരാണ് എന്നെ പൊതുസമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തിയത്. ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഒരു ജീവിതത്തിൽ ഓരോ മനുഷ്യർക്കും അവൻ്റെ വ്യക്തിത്വത്തോടുള്ള കടപ്പാടിനോടൊപ്പം സമൂഹത്തിനോടും ചില കടപ്പാടുണ്ട് എന്ന തിരിച്ചറിവിലാണ് ഞാൻ ഈ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചത്. നമ്മുടെ ഈ സമൂഹത്തിന്, ഈ തലമുറയ്ക്ക് അന്യം നിന്ന റെഡ് ലിസ്റ്റിലുള്ള 30 ചെടികൾ എൻ്റെ ഈ ചെറിയ വനത്തിലുണ്ട്. ഒപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടൊപ്പം എൻ്റെ മരണപ്പെട്ട മാതാവ് ആബിദ തങ്കത്തിൻ്റെ ഓർമ്മയിൽ തങ്കവനം എന്ന പേരിൽ ഞാൻ ഈ പരിപാടി, ഈ വനവൽക്കരണ പരിപാടി ആരംഭിച്ചപ്പോൾ തീർച്ചയായും മാതാവിനോടും സമൂഹത്തിനോടുമുള്ള കടപ്പാട് തീർക്കാനുള്ള ഒരു വ്യതിരിക്തമായ കാഴ്ചപ്പാടായി മാറുകയായിരുന്നു. പരേതിയായ മാതാവ് ആബിദ തങ്കത്തിന്റെ ഓർമ്മയ്ക്കായി 2.5 ഏക്കർ സ്ഥലത്ത് തങ്കവനം എന്ന പേരിൽ അപൂർവങ്ങളായ 1450 ഇനങ്ങളിലുള്ള വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും വെച്ചുപിടിപ്പിക്കുകയും നിരവധി പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ പരിഗണിച്ചുമാണ് ഇത്തവണ ജൈവവൈവിധ്യ സംരക്ഷണത്തിന് നൽകുന്ന ഹരിത വ്യക്തി അവാർഡ് ഫൈസലിന് നൽകിയത്. എൻ്റെ ഈ ചെറിയ വനത്തിൽ വളരെ അപൂർവങ്ങളായ പുതിയ തലമുറയ്ക്ക് അപരിചിതവും നമ്മുടെ തലമുറയിൽ നിന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന നിരവധി ചെടികളുണ്ട്. അതിലേതാനും ചില ചെടികൾ മാത്രം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത് കുളവെട്ടി. നമ്മുടെ കുന്നംകുളം കലശമലയിൽ മാത്രം കണ്ടിരുന്ന കുളവെട്ടി അവിടെ നിന്നുകൂടി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഞാൻ അവിടെ നിന്ന് ഒരു നാമ്പ് കൊണ്ട് നട്ടതാണ്. ഈ കാനനത്തിൽ 7ഓളം കുളവെട്ടി മരങ്ങളുണ്ട്. ഒപ്പം തന്നെ മരണത്തിന് വക്കിലെത്തി നിൽക്കുന്നുവെന്ന് കരുതപ്പെടുന്ന നാഗവല്ലി, ചുവന്ന അകില് ഉൾപ്പെടെയുള്ള കൃഷ്ണനാല് ഉൾപ്പെടെയുള്ള 30ഓളം ചെടികളുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വരുന്ന തലമുറയ്ക്ക് ഓർമ്മകൾ നിലനിർത്താൻ അതിൻ്റെ അവശേഷിപ്പുകൾ ഈ വനത്തിൽ കാത്തു സൂക്ഷിക്കുന്നതിൽ എനിക്കേറെ സന്തോഷം. വനം വന്യജീവി വകുപ്പിന്റെ വനമിത്ര പുരസ്കാരം, അക്ഷയശ്രീ പുരസ്കാരം എന്നിവയും ഫൈസലിന് ലഭിച്ചിട്ടുണ്ട്. വളാഞ്ചേരി, കൊടുവള്ളി, കരുനാഗപ്പള്ളി നഗരസഭകളിൽ സെക്രട്ടറിയായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഭാര്യ ഹസീനയുടെയും മക്കളായ മീന, മാരിയ, മിന്ന എന്നിവരുടെയും പൂർണ്ണമായ സഹകരണത്തോടെയാണ് ഇദ്ദേഹത്തിന്റെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടത്തിയ ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ AM ഷംസീറിൽ നിന്നും ഫൈസൽ പുരസ്കാരം ഏറ്റുവാങ്ങി. മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 50,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.